നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു സബ്ജക്റ്റ് കളരിപ്പയറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ആയോധനകല ആയിക്കോട്ടെ, അതിൽ പ്രൊഫഷനും ഉണ്ട്, പാഷനും ഉണ്ട്. വിശദമായിട്ട് നമുക്ക് നോക്കാം. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ജോലി സംബന്ധമായിട്ട് ഇത് പഠിപ്പിച്ച് പണം ഉണ്ടാക്കി ജീവിക്കാനുള്ളൊരു മാർഗമാണ് പ്രൊഫഷൻ. പ്രൊഫഷണലി അയാൾ ഒരു കളരിപ്പയറ്റുകാരനാണെന്ന് പറയുന്നത് പ്രൊഫഷൻ. പാഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. അതായത് പ്രൊഫഷനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് വിറ്റ് കാശാക്കാനേ നോക്കുകയുള്ളൂ. അതെന്ത് പാഷനുള്ള ആൾക്ക് വിൽക്കാൻ കഴിയില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് അത് കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് അത് പാഷനായി മാറുന്നത്. ഇനി ഒരാൾ പാഷനേറ്റ് ആണോ എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയാം? നമ്മൾ സാധാരണക്കാരായ ആൾക്കാരാണ്, എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരെ ഓരോ പ്രാവശ്യവും നമ്മൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കടലിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം, ഒരു പൂത്തറയൊക്കെ ഉണ്ടാവും, നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും, വിളക്ക് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറില്ല, ആംബിയൻസ് എന്ന് പറയും. ഈ ആംബിയൻസ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ക്ഷമയും സമാധാനവും സഹനവും ഒക്കെ കൊടുക്കുന്നൊരു സംവിധാനമാണ്. നമ്മളിപ്പോൾ റോഡിൽ വെറുതെ പോകുന്ന സമയത്തുള്ള ഒരു അവസ്ഥ അല്ലല്ലോ. നേരെ കയറി ചെല്ലുമ്പോൾ ഒരു പവിത്രമായൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കളരി എന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമാണ്. കളരിപ്പയറ്റ് പഠിപ്പിക്കുമ്പോൾ ഒരു കളരി ഉണ്ടാവണം. നമ്മൾ നേരത്തെയൊക്കെ വാടകയ്ക്കൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഉടമസ്ഥനോട് ചോദിച്ചിട്ട് ഒരു കളരി തറ ഉണ്ടാക്കാറുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ കളരി ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പാഷൻ്റെ ആദ്യത്തെ ഒരു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് പണമൊന്നുമല്ല. പിന്നെ ആയുധങ്ങളുടെ രീതികളാണ്. ആയുധങ്ങളുടെ താഴെ മുതൽ, അതായത് വളരെ നല്ല പാഷനുള്ള ഒരാളാണ് അതിൻ്റെ ആക്യുറസി, അതിൻ്റെ രീതികൾ, അതിൻ്റെ ഭംഗി, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുക. ഇനി അതിൽ പാഷനുണ്ട്, പണമില്ല എങ്കിൽ പോലും അയാൾ അവിടെ ചെയ്യാനുള്ള ശിഷ്യന്മാർക്ക് ആവശ്യമുള്ള എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യം. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മർമ്മയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മർമ്മയിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു മർമാഘാതത്തിൽ എങ്ങനെയാണ് ദോഷം ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പറയുമ്പോൾ നമ്മൾ മാംസമർമ്മം, അസ്ഥിമർമ്മം, സ്നായുമർമ്മം, മജ്ജാമർമ്മം, സ്ഥിരമർമ്മം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നാൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ക്ലാസ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളത് മർമ്മ ക്ലാസ്സാണ്. പക്ഷേ മർമ്മം എന്നാന്ന് ആദ്യം അയാൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. മർമ്മം എന്നാന്ന് പറഞ്ഞിട്ടേ ഇല്ല. ബാക്കിയെല്ലാം പറയും, ഇതാണ് പോയിന്റ്, അതാണ് പോയിന്റ്. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്തോണം, എവിടെ പഠിക്കാൻ പോയാലും മാക്സിമം ഒരു 3 മർമ്മത്തിൽ കൂടുതലൊന്നും ഒരു ക്ലാസ്സിൽ പഠിക്കരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ചെറിയ ചെറിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതെല്ലാം അകത്ത് കിടക്കും 100%. അതെല്ലാം വളരെ പഴയ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പോയിട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്ന ആൾക്കറിയില്ലല്ലോ. നിങ്ങൾ പോയിട്ട് ഒരു 3 മർമ്മങ്ങൾക്ക് വേണ്ടി ആഘാതം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രായമാകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്നതാണെങ്കിൽ നമ്മുടെ ജീവന് സ്വത്തിനുമൊക്കെ നമുക്ക് ഗുണമുണ്ടാവും. ഇല്ലാത്ത പക്ഷേ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ പ്രൊഫഷനും പാഷനും ഇതാണ്. അതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട പഠിക്കാനുള്ള കഴിവുകൾ വേണം. ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാനും പറ്റണം. ഇതെല്ലാം കൂടെ കൂടുന്നതായിരിക്കണം കളരിപ്പയറ്റ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ തട്ട് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ തട്ടും വ്യക്തമായി പഠിച്ചിട്ട് വേണം തട്ടാൻ. അങ്ങനെ ആയാൽ മാത്രമേ മർമ്മത്തിലേക്ക് ഗുരുക്കന്മാർ കൊണ്ടുവരുള്ളൂ. അതുകൊണ്ടാണ് ഈ 10 വർഷമൊക്കെ ശിഷ്യനെ പരീക്ഷിച്ച് കൊടുക്കുക എന്ന് പറയുന്നത്. വന്നാൽ ഉടനെ പഠിപ്പിക്കാറില്ല. അതിൻ്റെ കാര്യം ഇതാണ്, തട്ട് മുതലേ പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണെന്നും ഒരു വർമ്മത്തിൽ ആഘാതം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. നമ്മളിപ്പോൾ നമ്മുടെ മാംസമർമ്മങ്ങളെന്ന് പറയും, അതായത് നമ്മുടെ മസിലുകളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു മസിൽ ഇങ്ങനെ വന്നിട്ട് ഒരു ജോയിൻ്റാണ്, ഇപ്പോൾ ഒരു ബലൂണ് പോലെ. അപ്പോൾ ഇതൊരു മസിലായിരിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയ ഭാഗം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു റിങ് ഉണ്ടെങ്കിൽ ആ റിങ് ആയിരിക്കും അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാംസമാണ്. ഇതുകൊണ്ട് ഇത് വീർക്കും, സ്ട്രെച്ച് ആവും. നിങ്ങൾ നോക്കിയാൽ മതി. അറിയാതാണെങ്കിലും നമ്മൾ ഈ ബലൂണൊക്കെ വിൽക്കുന്നവരില്ലേ, അവരെടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വലിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിക്കുന്നത്? എന്തിനാണ് വലിക്കണത്? ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ സ്ട്രെച്ചിങ് കിട്ടാനും ബലൂണ് പൊട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചിട്ട് അവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് വീർക്കാനാണെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾക്ക് എത്ര പ്രാധാന്യം ഉണ്ടാവും? വ്യക്തമായി കിട്ടിയോ? ഇങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ സ്ട്രെച്ചിങ് നന്നായിട്ട് ചെയ്യണം. ആ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും യോഗയുടെ സ്ട്രെച്ചിങ് ആയിരിക്കരുത്. കാരണം യോഗയുടെ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പായുള്ള സ്ട്രെച്ചിങ്ങുകളാണ്, ബ്രീത്ത് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബ്രീത്ത് ഉണ്ട്, പക്ഷെങ്കിൽ നമുക്ക് ആയോധനകല ആയതുകൊണ്ട് ശൗര്യമാണ് അതിനകത്ത് വരേണ്ടത്. അപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ മാർഷൽ ആർട്ടിൽ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശൗര്യത്തിനൊരു കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഗുരുക്കന്മാരാരും തന്നെ, ഈ മാർഷൽ ആർട്ട് പഠിപ്പിക്കുന്നവരാരും തന്നെ യോഗയ്ക്ക് അങ്ങനെയുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. യോഗയായിട്ട് പഠിക്കുക. കാരണം അതിൻ്റെ ഓരോ ഭാഗങ്ങളും വന്ന്
10,72,000 നാഡികൾ ഉണർന്നൊക്കെ വരണ സമയം കുറച്ചേറെ എടുക്കും. അങ്ങനെ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കി അതിന് സമയമെടുത്ത് ഓരോ പ്രാണായാമങ്ങളും ചെയ്ത് അതിന് സമയം കൊടുത്തിട്ട് മാത്രമേ അടുത്ത പ്രാണായാമം പഠിപ്പിക്കാവൂ എന്നുള്ളതാണ് ട്രഡീഷണൽ യോഗയുടെ ഒരു പ്രത്യേകത. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമ്മൾ എല്ലാ പ്രാണായാമവും പഠിപ്പിച്ച് യോഗയും പഠിപ്പിച്ച് വിട്ടാലത്തെ അവസ്ഥ എന്തായിരിക്കും? ആൾക്ക് ഒരുപാട് കേടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു യോഗയുമായിട്ട് ഒരു യോഗയ്ക്ക് ഒരു ഇത്ര ഗ്യാപ്പ് വേണമെന്നൊക്കെയുണ്ട്. അതുകൊണ്ട് നമ്മൾ യോഗ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. യോഗ നിങ്ങൾ രാവിലെ മാർഷായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ, അല്ല രാവിലെ യോഗ ചെയ്യുന്നെങ്കിൽ വൈകുന്നേരം എന്ത് ചെയ്യുക, മാർഷായിട്ട് പ്രാക്ടീസ് ഒരുമിച്ച് ചെയ്യുന്നത് അത്ര മാത്രം അഭികാമ്യമല്ല. കാരണം ഇതിൻ്റെ സ്ട്രെച്ചിങ് എന്ന് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് സ്ട്രെച്ചിങ് ആണ്. ആ സ്ട്രെച്ചിങ് കിട്ടിയാൽ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടി പെട്ടെന്ന് കയറാനുള്ള മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ചിങ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വീർത്ത് കഴിഞ്ഞാൽ അത് മസിൽ പോലെ വീർത്തിരിക്കും. ബലൂൺ എങ്ങനെയാണോ അതുപോലെ തന്നെ വേർതിരിക്കും. ഊതി കയർക്കാണോ. ഇനിയും ആഘാതം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സംഭവിക്കാമെന്ന് കാണിച്ചിരുന്നത്. ഇപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ആ പൈപ്പിനകത്തൂടെ വെള്ളം പോകുന്ന സമയത്ത് നമ്മൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു ഫ്ലോയ്ക്ക് തടസ്സം വരും. ഇതേ തടസ്സമാണ് മർമ്മത്തിൽ സംഭവിക്കുക. അപ്പോൾ നമ്മളൊരു ഇടിയൊക്കെ ഇടിക്കുന്ന സമയത്ത് ആ ഫ്ലോ അങ്ങ് തടസ്സപ്പെടുമ്പോൾ വേണ്ടിടത്ത് ബ്ലഡ് കിട്ടാതെ വരുമ്പോൾ എന്തു പറ്റും? ചിലപ്പോൾ ബോധക്കേടോ അബോധാവസ്ഥയൊക്കെ സംഭവിക്കാം. ഇതാണ് മർമ്മത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വേണ്ടേ? മീൻസ് അനാട്ടമിയെക്കുറിച്ചും ഫിസിയോളജിയെക്കുറിച്ചും മേജർ പാർട്ടുകൾ, ഇപ്പോൾ ഹാർട്ട് എവിടെയാണ്, ലങ്സ് എവിടെയാണ്, ലിവർ എവിടെയാണ്, അതിൻ്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് മാത്രമേ നേരിട്ട് മർമ്മത്തിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അറിയാമോ എന്ന് ചോദിച്ചാൽ എല്ലാ പേരുകളും കാണാതെ അറിയാം, വേണേൽ തൊട്ടും കാണിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് പ്രയോഗിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അറിവുകൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് തട്ടിലൂടെ പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ ചെയ്തത് കൈയുടെ തണ്ടയിലാണ്. അതായത് നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിന് ഇപ്പുറത്തേക്കുള്ള ഭാഗത്തേക്കാണ് തട്ട് വരുന്നത്, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അത് സേഫാണ് അല്ല എന്നല്ല. അവിടെ ഈ മാംസം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, മാംസം നിൽക്കുന്നത് ഈ ഭാഗമാണ്. ക്ലിയർ ആയിട്ട് പിടികിട്ടിയോ? ഇതിൻ്റെ വർക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഇവിടെ കൈയുടെ ഇവിടെ മസിലുണ്ട്. പക്ഷേ ഇവിടെ ഈ ഫിംഗറുകളുടെ എല്ലാം തന്നെ ബലം എന്ന് പറയുന്നത് ഈ ഏരിയയിലാണ്. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ വരുന്ന സമയത്ത് ഫിംഗർ എന്താ സംഭവിക്കാൻ നോക്കുക. വ്യക്തമായി പിടികിട്ടിയോ? കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബലം മൊത്തം നമുക്ക് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഓരോ പോയിന്റ്സ് ഉണ്ട് ഇവിടെ. വ്യക്തമായി പിടികിട്ടിയോ? ആ പോയിന്റുകളിലാണ് നമ്മൾ കയറി തട്ടുമൊക്കെ ചെയ്യുമ്പോൾ ഈ കൈ എവിടെ വരേണ്ടത്? ഇവിടെ വരണം. അപ്പോൾ ഈ കൈയുടെ ബലം പോകും. അപ്പോൾ വടി തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊന്ന് തട്ടിയാൽ വടി അവിടെ തെറിച്ചിട്ട് പൊക്കോളും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, വടി തെറിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അടിക്കരുത്. നമ്മൾ കയറി നിന്നോ അല്ലെങ്കിൽ മാറി നിന്നോ വേണം ചെയ്യാനായിട്ട്. മാറി നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ തട്ടി മാറുമ്പോൾ നമ്മുടെ കൈയുടെ മുട്ടുണ്ടല്ലോ, അത് നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അറ്റ് എ ടൈം കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ ഇതൊരു മർമ്മ പോയിന്റ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതാണ് സംഗതി. വ്യക്തമായി പിടികിട്ടിയോ? ഇങ്ങനെ ഒരു അടി അടിക്കുക, ഇവിടെ വരികയും കൂടെ ചെയ്യുകയാണെങ്കിൽ നീ വടി ധരിച്ചില്ല തന്നെ നമുക്ക് ആളെ കളയാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് മർമ്മ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ഭാഗം കാണിക്കാം. ഇവിടെ വരുമ്പോൾ നമ്മുടെ കൈ കണ്ടോ, നമ്മളാ പറഞ്ഞ പോർഷനിലുണ്ടോന്ന് രണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കൈയുടെ ഇരിക്കുന്ന പൊസിഷൻ കണ്ടോ? ഇവിടെ ഇരിക്കുമ്പോൾ ഈ കൈയുടെ നമ്മുടെ ഈ ഭാഗം ഇല്ല, ഈ ഭാഗം ഇവിടെ അമരണം. ഇവിടെ കിട്ടിയോ? തള്ളവരിൽ എവിടെ ഇരിക്കണം? ഇതിനകത്തുള്ള മർമ്മത്തിലിരിക്കണം. വളരെ വ്യക്തമായിട്ട് നോക്കുക. മർമ്മത്തിരിക്കണം, ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചാൽ ഒരു കാരണവശാലും അവർ മുന്നോട്ട് വരില്ല. അപ്പോൾ തട്ടിലാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ കാണിച്ചിട്ട് ശ്രദ്ധിക്കുക. ഇതായിരിക്കും അവസ്ഥ. പിടികിട്ടിയോ? അപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ ആയോ? ഇങ്ങനെ പഠിപ്പിച്ച് മാംസങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെ പരിചയപ്പെടുത്തി, അങ്ങനെ ബോഡിയിലുള്ള എല്ലാ സ്ഥാനങ്ങളും ഫ്രണ്ടും ബാക്കും പരിചയപ്പെടുത്തിയതിന് ശേഷം മർമ്മത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി മെല്ലെ വന്നിട്ട് വേണം മർമ്മയുടെ ക്ലാസ് തുടങ്ങാൻ. ഇതുപോലെ ഒരു മസിലിൻ്റെ ജോയിൻറ്റ് നിറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ടിപ്പുറത്തെ ഒരു മസിലാണ് നമ്മൾ പ്രഷർ കൊടുക്കാൻ നോക്കി. ഇങ്ങനെ ആ പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടെ നൂരുന്നുണ്ടോ വ്യക്തമായിട്ട്? ഇങ്ങനെ ആയിരിക്കും ഒരു മസിലുള്ള ആഘാതം അടുത്ത മസിലുകളിലേക്ക് വ്യാപിക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ തിരുമലുകൾ, മസാജ് ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ എവിടെയായി തീരുമെന്ന് നിങ്ങളൊന്ന് പറയണേ. അഭിപ്രായങ്ങളായിട്ട് കമൻസുകളൊക്കെ പോരട്ടെ, നല്ല കമൻറ്റുകൾ. അടുത്ത വീഡിയോയിൽ കാണാം.